കോലാഹലം വളരെ ആകസ്മികമായിട്ട് കണ്ട ഒരു സിനിമയാണ്, കണ്ടു തുടങ്ങിയ സിനിമയാണ്. ആദ്യത്തെ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഒന്നാമത് കോമഡിയാണ്, ഈ സിനിമ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു തോന്നി. അത് അവസാനം വരെ അതുപോലെ തന്നെ പോയ ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് കോലാഹലം. ഒരാൾ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുകയാണ്. അങ്ങനെ മോഷ്ടിക്കാൻ കയറി, ആ മോഷ്ടിക്കാൻ കയറുന്ന സമയത്ത് ആ മുറിയിൽ അന്ധവിശ്വാസം വലിച്ചു കിടക്കണ, അല്ലെങ്കിൽ അവസാന ആളുകൾ കാത്തു കിടക്കണ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. ആ മനുഷ്യനെ ഈ കള്ളനെ കണ്ടിട്ട് പേടിക്കുന്നു. ആ പേടിക്കുന്ന സമയത്ത് പേടിക്കുന്നതാണോ എന്ന് അല്ല, പേടിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അന്ധവിശ്വാസം വലിക്കണമെന്ന് വിചാരിച്ച് ഇച്ചിരി വെള്ളം കൊടുത്തേക്കാന്ന് വിചാരിച്ച് കള്ളൻ ഇച്ചിരി വെള്ളം കൊടുക്കുകയാണ്. കള്ളൻ വെള്ളം കൊടുക്കുന്നതും ആ സ്പോട്ടിൽ തന്നെ ഈ ആൾ മരിച്ചു പോകും. ആ മരിച്ചതിന് ശേഷം ആ ഗ്ലാസ്, കൊടുത്ത വെള്ളത്തിൻ്റെ ആ ഗ്ലാസ് നിലത്തേക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ തന്നെ ശബ്ദം കേട്ട് എല്ലാവരും വരും, ഇങ്ങനെ മരിച്ചും പോകും. കള്ളൻ അതിൻ്റെ അടിയിൽ ഒളിക്കേണ്ടി വരും. അതിനുശേഷം അങ്ങേർക്ക് അവിടെ ലോക്ക്ഡായി പോകുന്നതും, അതിനുശേഷം അയാൾ പുറത്തിറങ്ങാൻ നോക്കുന്നതും, അങ്ങനെ കുറേ കാര്യങ്ങളും. പിന്നെ അവിടെ കുറേ സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. അളിയനും തമ്മിലുള്ള കാര്യങ്ങളും കുറേ രസമായിട്ട്, 2 പെൺമക്കളുണ്ടെന്നോ പിന്നെ ഒരു മൂന്നാമത് വരുന്നതോ, അങ്ങനെ കുറേ കാര്യങ്ങൾ, സംഭവവികാസങ്ങളെല്ലാം നടക്കുന്ന നല്ല രസകരമായിട്ട് ആവിഷ്കരിച്ച ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് കോലാഹലം. നല്ല രസമായിരുന്നു. നമ്മളറിയുന്ന ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ട്. താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ നമ്മളെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല. പക്ഷേ നമ്മൾ സിനിമകളിൽ ചെറിയ റോളുകൾ കാണുന്ന പലരും ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരാൾക്കും കുറ്റം പറയാൻ പറ്റില്ല. സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മരണ വീട്ടിൽ നടക്കുന്ന പരിപാടി, അതിനപ്പുറത്തേക്കൊന്നുമില്ല. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ക്യാരക്ടർ ചെയ്ത ഈ കള്ളനായിട്ടുള്ള ക്യാരക്ടറും എനിക്ക് പുതിയ ആളാണെങ്കിലും നല്ല രസമായിട്ട് പുള്ളി ആക്ട് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും, 2 അളിയന്മാരുണ്ട്, അവർ രണ്ടുപേരും ക്ലാസ്സായിരുന്നു. ഇവരുടെ മക്കളായിട്ടുള്ള എല്ലാവരും അഭിനയത്തിൻ്റെ കാര്യം നമ്മൾ അറിയാൻ പാടാത്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും നല്ല രസമായിട്ട് ആക്ട് ചെയ്തെന്ന് തോന്നി. തീർച്ചയായിട്ടും ഒരു തവണ കണ്ടു നോക്കാൻ പറ്റുന്ന സിനിമയാണ്. വേറൊരു കാര്യം എടുത്തു പറഞ്ഞു തോന്നി, മ്യൂസിക്, നല്ല രസമായിട്ടുള്ള മ്യൂസിക്കും ഉണ്ടായിരുന്നു അതിനകത്ത്. രസമായിട്ട് സിനിമയോട് ചേർന്ന് നിന്ന്, ഇപ്പം വ്യസന സമയത്തും ബന്ധുമിത്രാദികളൊക്കെ എനിക്ക് തോന്നുന്നു അതിലും കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പുതുമുഖങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ ഒരു അളിയനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹം മരിച്ചുപോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ആദരാഞ്ജലികൾ, നല്ല ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ശരി, നല്ല ക്ലാസ്സായിട്ട് മൊത്തത്തിൽ എല്ലാവരും അഭിനയിച്ച ഒരു ചെറിയ സിനിമ. കോമഡിയാണ്, ഭയങ്കര പൊട്ടിച്ചിരിക്കുന്ന കോമഡി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എങ്കിലും വളരെ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമ, അതാണ് കോലാഹലം. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറെ ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട് ആൻഡ് ബൈ.